റാഗി വെച്ചിട്ട് ഇതുപോലൊരു ഡ്രിങ്ക് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ഈ ഒരു ചൂടിനെ ഇത് മതിയാവും കേട്ടോ. നമ്മളിതിൽ മധുരമൊന്നും ചേർക്കുന്നില്ല. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ചിയാ സീഡ് ഞാൻ ആദ്യം ഒന്ന് കുതിർത്തെടുക്കുന്നുണ്ട്. അതുപോലെ റാഗി ഞാൻ ആദ്യം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് റാഗി പൗഡർ ഉപയോഗിക്കുന്നെങ്കിലും അതും ഉപയോഗിക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം കേട്ടോ. ഇനി ഇതൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ആദ്യം ഞാൻ വലിയ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചായ അരിക്കുന്ന അരിപ്പുണ്ടല്ലോ, അതിലൂടെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. 2-3 പ്രാവശ്യം നിങ്ങൾക്ക് ഇങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ. ഞാനതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ടാണ് നമ്മളത് കുറുക്കിയെടുക്കുന്നത്. 1 കപ്പ് വെള്ളം എക്സ്ട്രാ കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ കുറുക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. 5 ക്യാരറ്റിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ നിന്ന് 1/4 കപ്പ് ക്യാരറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് റാഗി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. അല്പം ഏലക്കപ്പൊടിയും 1/2 കപ്പ് പാലും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഞാൻ റാഗിയും ക്യാരറ്റും കുറച്ചധികം വേവിച്ച് വെച്ചത് എന്തിനാന്ന് വെച്ചാൽ ഇത് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. കുതിർത്ത് വെച്ച ചിയാ സീഡും ഐസ് ക്യൂബും കൂടെ ഇട്ടാൽ നമ്മുടെ ഹെൽത്തി റാഗി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.